പ്രിയപ്പെട്ടവരെ, ഞാൻ മണക്കാട് നിജബുദ്ധി കൊല്ലം പള്ളിമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇക്ബാൽ ലൈബ്രറിയുടെ, ഒന്നുകൂടെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഡോക്ടർ അല്ലാമ ഇക്ബാലിൻ്റെ നാമധേയത്തിലുള്ള ലൈബ്രറിയുടെ പുതിയ കെട്ടിടോദ്ഘാടനം ഒക്ടോബർ 30 വൈകുന്നേരം 5 മണിക്ക് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ നിർവഹിക്കുകയാണ്. ഇനിയുടെ MLA CM നൗഷാദിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ മുഖ്യപ്രഭാഷണവും പുസ്തക പ്രകാശനവും നിർവഹിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. ഒരു കാലത്ത് ഈ പള്ളിമുക്ക് പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഉന്നമനത്തിനായി നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇക്ബാൽ ലൈബ്രറി. ഒരുപക്ഷെ 80 വർഷത്തിന് മുമ്പ് ഈ സ്ഥാപനത്തെ ഈ രീതിയിലേക്ക് വളർന്നു വരുമെന്ന് ഒരുപക്ഷെ സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഈ നിലയിലേക്ക് ഈ സ്ഥാപനത്തെ എത്തിക്കുന്നതിൽ പങ്കുവച്ച ഒരുപാട് ഉന്നതന്മാരായ മൺമറഞ്ഞുപോയ മഹാരഥന്മാരുണ്ട്. അവരെയൊക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഇവിടെ ഈ കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ അക്ഷരമുറ്റത്തുനിന്ന് പുസ്തകങ്ങൾ വായിച്ചും അതിലൂടെ അറിവും വിവേകവുമെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു എളിയ സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഈ അക്ഷരമുറ്റത്തുനിന്ന് കിട്ടിയ അറിവും വിവേകവും തന്നെയാണ് എന്നിലെ ഒരു എഴുത്തുകാരനെ പ്രോത്സാഹിപ്പിച്ച് കടന്നു വരാൻ വേണ്ടിയുള്ള അവസരം തെളിയിച്ചതെന്നും ഈ ഇക്ബാൽ ലൈബ്രറിയാണ്. ഇക്ബാൽ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം 90കളിലെ വരെ ഈ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ചിന്തകളും അതോടൊപ്പം തന്നെ എൻ്റെ ബൗദ്ധിക തലത്തിൽ വളർന്നു വന്ന പല ആശയങ്ങളും ഒക്കെ തന്നെ അന്നും ഞാൻ കവിതകളായി എഴുതുമായിരുന്നു. ഈ കൊറോണ കാലഘട്ടം നമുക്കറിയാം, 2019 കൊറോണ കാലഘട്ടം ഒരുപാട് പേരെ കൊണ്ടുപോയി. അതൊന്ന് കൊണ്ടുപോകാതെ രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. കൊറോണ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് എഴുതിയ ആദ്യത്തെ കവിതയാണ് എത്ര പേർ എന്ന്. ഒരുപാട് പേരുടെ മരണം നേരിട്ട് കാണാനും അവരുടെ അവസ്ഥകൾ കണ്ടു കിടക്കാനും നിർഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ആ സന്ദർഭത്തിൽ എഴുതി തുടങ്ങിയ കവിതകൾ അടഞ്ഞുകിടക്കുന്ന സ്കൂളുകളിലേക്ക് പോകുവാൻ വെമ്പുന്ന മനസ്സുമായി കഴിയുന്ന, വീടുകളിൽ അടച്ചുപൂട്ടപ്പെട്ട് കഴിയുന്ന കുഞ്ഞുങ്ങളെ ആ സ്കൂളിൻ്റെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുവന്ന് അവരെ സ്കൂളിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്ന എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് രൂപപ്പെട്ട കവിതകളാണ് വാടല്ലേ മക്കളെ. കുട്ടികൾ തിരിച്ച് സ്കൂളുകളിലേക്ക് വരണം, പഴയ കാലം തിരിച്ചു വരണം. അങ്ങനെ വരും എന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് ആ കുട്ടികളെ സ്കൂളുകളിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള പ്രേരണ നൽകുന്ന കവിതകളാണ് ഈ വാടല്ലേ മക്കളെ എന്ന പുസ്തകത്തിൽ 40 കവിതകളിലായി നിറഞ്ഞു നിൽക്കുന്നത്. ഈ സംരംഭത്തിൽ എല്ലാ സഹോദരന്മാരും പങ്കെടുക്കണം. എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം ആണ്. നിരവധി പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിലാണ് ഇക്ബാൽ ലൈബ്രറിയിലെ ഭാരവാഹികൾ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരവസരം എനിക്ക് മുമ്പേക്ക് നീട്ടിത്തന്നത്. ഈ അവസരത്തിൽ ഈ പുസ്തകം ബഹുമാന്യനായ MP പ്രകാശനം ചെയ്യുമ്പോൾ ഈ ചടങ്ങിൽ നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന്, ഇക്ബാൽ ലൈബ്രറിയിൽ നടക്കുന്ന ഈ വലിയ സംരംഭം, ഈ വലിയ മനോഹരമായ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഒരു വൻ വിജയമാക്കി തീർക്കുവാനും എല്ലാവരും, എൻ്റെ പഴയ വിദ്യാർത്ഥികൾ, എൻ്റെ സഹപ്രവർത്തകർ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരോടെല്ലാം ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും.